ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പച്ചക്കറികളും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിനൊന്ന് സോഫ്റ്റ് ആക്കണം. ഇതിപ്പോൾ നല്ല റഫായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. അതിനാട്ടോ ക്യാബേജ് ആദ്യം തന്നെ ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ ക്യാബേജ് ഞാൻ അരിഞ്ഞത് നല്ല നൈസായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ക്യാബേജിൻ്റെ റഫ്നെസ്സൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് ഞാൻ നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചെടുക്കാം. ഒരു ക്യാരറ്റാട്ടോ ഞാൻ എടുത്തത്, കൂടുതലൊന്നും എടുത്തില്ലേ. കുറച്ച് ഇത് എല്ലാം കൂടെ വരുമ്പോഴേ സാലഡ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഉള്ളീനെ നമുക്ക് നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറിയും നല്ല നൈസായിട്ടാണ് അരിയുന്നത്. ഈ ഉള്ളി നമുക്ക് ആ ക്യാബേജിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് പുരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനും എന്താ പറയുക, ആ ഒരു സോഫ്റ്റ്നെസ് വരും നമ്മുടെ ഉള്ളിക്ക്. ഉപ്പിട്ടൊന്ന് പുരട്ടി വയ്ക്കാം നമുക്ക്. അതും അതിൻ്റെ കൂടെ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇനി ഞാൻ ഇടുന്നില്ല. ഞാൻ ആ ഉള്ളി അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇനി അരിയാൻ പോകുന്നതേ നമ്മുടെ ഒരു ആപ്പിളാണ്. ഒരു ആപ്പിൾ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറീൻ്റെ കൂടെ നിങ്ങൾ വിചാരിക്കും ആപ്പിൾ കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ബോറ് ടേസ്റ്റൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിളൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തൊലി കളയുന്നില്ല കേട്ടോ. ആപ്പിള് തൊലി കളയാത്തതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം ആപ്പിള്. അപ്പോൾ ആപ്പിള് റെഡ് ആപ്പിളാണ് എടുത്തത്. അത് തൊലി കളയാതെ നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ആപ്പിൾ ഇട്ടതിന് ശേഷം നമ്മുടെ സാലഡ് ഒരുപാട് ഇളക്കിയെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഉടഞ്ഞു പോവും. ഒരുപാട് നൈസായിട്ടാണ് ആപ്പിൾ അരിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു മയത്തിലൊക്കെ വേണം കേട്ടോ അതിനെ ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അരിയുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിലാവുമ്പോഴാണ് അത് കാണാനൊക്കെ ഒരു ഭംഗി. പിന്നെ എത്ര കട്ടി കുറഞ്ഞ് അരിയുമ്പോൾ നമുക്കത് കഴിക്കാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ആപ്പിൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ആപ്പിളും അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും ഈസി. അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോവില്ല അതിലുള്ള പച്ചക്കറികളും ആപ്പിളൊക്കെ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആപ്പിൾ ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇളക്കി നിന്നപ്പോഴാട്ടോ എന്തോ ഒരു സാധനം വിട്ടുപോയല്ലോ എന്ന് ഓർത്തത്. അപ്പോഴാണ് മനസ്സിലായത് കക്കരിക്ക ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എന്നാൽ കക്കരിക്ക അരിഞ്ഞെടുക്കാം. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നീളത്തിൽ അരിയുമ്പോഴാണ് എനിക്ക് അവിയലിന് കഷ്ണം അരിയുന്നത് ഓർമ്മ വന്ന്. ഏകദേശം ആ ഒരു പരുവത്തിലാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ കഷ്ണങ്ങളും. പക്ഷേ ഇത് കുറച്ച് കട്ടി കുറഞ്ഞ് അരിഞ്ഞ കാരണം എല്ലാം നല്ലപോലെ മിക്സ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ എൻ്റെ ക്യാബേജൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ മിക്സ് ചെയ്തപ്പോൾ അത് പറയാൻ വിട്ടുപോയി. ക്യാബേജ് ഉപ്പ് പുരട്ടി വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനൊക്കെ ഇനി ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കക്കരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലത്തെ ഒന്നാണ് ലെമൺ. അപ്പോൾ ഒരു ഹാഫ് ലെമൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഹണി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒലീവ് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഒലീവ് ഓയിലും അത്രയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പിടുന്നില്ല. ഇതിലേക്ക് അത്ര ഉപ്പ് തന്നെ നമുക്ക് ധാരാളമായിരിക്കും. ഒരുപാട് കൂടിക്കഴിഞ്ഞാലും അത് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 2 തണ്ട് മല്ലിയില കേട്ടോ. മല്ലിയില നല്ലപോലെ കൊത്തി അരിഞ്ഞാണ്, കുനുകുനാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല. അപ്പോഴേ കഴിക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. മറ്റേത് വായിൽ ഇത് വലിയ കഷ്ണമായിട്ട് തടയുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് ഒരു ഭംഗിക്ക് കുറച്ച് പോമഗ്രാനറ്റ് ആഡ് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പോമഗ്രാനറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കളർഫുൾ ആയത് ഇത്. അപ്പോൾ എൻ്റെ സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്, നല്ല ഹെൽത്തിയാണ്. ഓക്കേ.